Hello, good morning. Hello, can you hear me? Okay. Yes, sir. Okay. So നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു യോളോയുടെ കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ യോളോ ഇത്തിരി ഹെവി ആയതുകൊണ്ട് എനിക്ക് അത് എന്താണ് കൊളാബിൽ അത് ചെയ്യുമ്പോൾ ഇത്തിരി ഇഷ്യൂസ് വരുന്നുണ്ട്. സോ ഞാനത് നമുക്കൊന്നുകൂടെ ഒന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. സോ വി ഹാവ് മെനി അതർ ആപ്ലിക്കേഷൻസ്. സോ നമ്മുടെ എന്താണ് പ്രധാനപ്പെട്ട ഡീപ് ലേണിംഗ് കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞു അല്ലെ. അതായത് നമ്മൾ വി സ്റ്റാർട്ടഡ് വിത്ത് കമ്പ്യൂട്ടർ വിഷൻ and later we covered the optical character recognition. So these are the two most common application of deep learning. Similar applications ആണ് ഇനി നമ്മൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ കോർ ഡീപ് ലേണിംഗ് ആസ്പെക്ട്സിലേക്ക് പോയി. ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്, ബാക്ക് പ്രൊപ്പഗേഷൻ, കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ആൻഡ് റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ട്രാൻസ്ഫർ ലേണിംഗ്, എന്താണ് ട്രാൻസ്ഫർ ലേണിംഗിന്റെ സ്കോപ്പ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് കവർ ചെയ്തത്. സോ കോൺസെപ്ച്വലി ഓർ തിയററ്റിക്കലി സ്പീക്കിംഗ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഏരിയ ഓഫ് ആസ്പെക്ട്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഇതില് ഇനിയിപ്പോ നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എൻഹാൻസ് യുവർ നോളജ് ബേസ് ബൈ ഡൂയിങ് മോർ പ്രാക്ടീസ് എന്നുള്ളതാണ്. സോ മേ ബി ഇന്ന് നമുക്ക് ക്വിക്കായിട്ട് ഞാനൊരു വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, സ്പീച്ച് റെക്കഗ്നിഷൻ. യു ആർ ഫെമിലിയർ വിത്ത് വാട്ട് ഈസ് സ്പീച്ച് റെക്കഗ്നിഷൻ, റൈറ്റ്? സോ ഇതും അഗൈൻ കമ്പ്യൂട്ടർ വിഷൻ പോലെ ഒരു ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ OCR പോലെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഡീപ് ലേണിംഗിന്റെ. സോ ദ ബാക്ക് എൻഡ് ഈസ് ഡീപ് ലേണിംഗ്, ഡീപ് ലേണിംഗ് മോഡൽ ഈസ് റണ്ണിംഗ്. പക്ഷെ എന്താണ്, ഇറ്റ്സ് ലൈക്ക് ആൻ അബ്സ്ട്രാക്ട്. നമ്മൾ വി ആർ നോട്ട് കൺസിഡറിങ് ഓർ വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദി അൽഗോരിതം that is using in the back end അല്ലെങ്കിൽ background. So we have a package called speech recognition which is developed by Google. So using that package നമുക്ക് ഈ speech recognition വളരെ quick ആയിട്ട് ചെയ്യാൻ പറ്റും. Okay, so whatever we are using, it's mainly meant for English. So നമുക്ക് speech recognition ഈ package is supporting English. നമുക്ക് വേറെ ലാംഗ്വേജ് സപ്പോർട്ട് എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. പ്രോബബ്ലി ഇറ്റ് വിൽ സീ ദാറ്റ്. അപ്പം ഞാൻ ഈ നോട്ട്ബുക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു ദാറ്റ് സ്പീച്ച് റെക്കഗ്നിഷൻ ഈസ് പോസിബിൾ വിത്ത് ഡീപ് ലേണിംഗ് ആൻഡ് വി ആർ നോട്ട് ജനറേറ്റിംഗ് ദ മോഡൽസ്, വി ആർ യൂസിംഗ് ദ മോഡൽസ് ലൈക്ക് OCR അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്താ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡീപ് ലേണിംഗ് മോഡൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സിമിലർലി ഹിയർ സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ പാക്കേജ് യൂസ് ചെയ്ത് നമ്മൾ സ്പീച്ച് റെക്കഗ്നിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഐ ഹാവ് ഷെയർഡ് ദിസ് ഡോക്യുമെന്റ് വിത്ത് യു. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദി കോഡ്. വളരെ സിമ്പിൾ ആണ്, കോഡൊന്നും ഇല്ല അതിനകത്ത്. കാരണം യു ജസ്റ്റ് വാണ്ടഡ് ടു ഇൻസ്റ്റാൾ സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുന്ന പാക്കേജ്. സോ ഇറ്റ്സ് ആക്ച്വലി ഗൂഗിൾ ഇംപ്ലിമെന്റേഷൻ. സോ വൺസ് യു ആർ ഇൻസ്റ്റാൾ ദ സ്പീച്ച് റെക്കഗ്നിഷൻ മോഡൽ ഞാൻ കമാൻഡ് കൊടുത്തിട്ടുണ്ട്. You will get the package. So speech recognition as SR, and maybe we can check for the help for SR. So sorry, I'm going to so library for performing speech recognition with support for several engines and API online and offline. Okay, I am creating an object, a recognizer initialize cheyana sr.recognizer. ഇവിടെ ഞാൻ sample rate chunk size കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ how often the values are recorded, and chunk is like a buffer, so it stores for 248 samples there. അതായത് ഒരു ഗ്യാപ്പ് ആണ്, അതായത് 248 സാമ്പിൾസിൽ വോയിസ് വന്നില്ലെങ്കിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതായത് നമുക്ക് ടെക്സ്റ്റ് അവിടെ തീർന്നു എന്ന് അറിയില്ലല്ലോ, ബിക്കോസ് വാട്ട് ഇഫ് ഇറ്റ് ഇസ് എ പോസ് ഓർ സ്റ്റോപ്പ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും അല്ലെ. സോ
അതാണ് ആ 248 എന്നുള്ളത്, സോറി 2048 എന്നുള്ളത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാനിപ്പം മൈക്ക് ലിസ്റ്റുകൾ ഡിഫൈൻ ചെയ്യാണ് എന്റെ സിസ്റ്റത്തിന്റെ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പലതരം സാധനങ്ങൾ. അതായത് റിയൽ ടെക് ഓഡിയോടെയാണ് ഇത്രയും ഇൻപുട്സ് പോസിബിൾ ആണ് ഈ ലാപ്ടോപ്പിൽ. So for microphone name and enumerate mic list. Mic list ഇവിടെ sr.microphone.list microphone names. Generate a list of all audio cards or microphones. അപ്പോൾ all audio card of microphones in list ആണ്. ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മൾ വരിക. സോ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോഡ്. നമ്മൾ with sr.microphone as source. സോ നമ്മൾ സോഴ്സ് ആയിട്ട് റീഡ് ചെയ്യാണ്. ആൻഡ് അതിനെ നമ്മൾ റെക്കഗ്നൈസർ ആറിന്റെ ലിസൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു സോഴ്സ്, കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു ഓഡിയോ. അതിനുശേഷം റെക്കഗ്നൈസ് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ഗൂഗിൾ API. So that Google API will translate the audio into speech. So that is what happening. അപ്പം വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. സോ ആ ഗുഡ് മോർണിംഗ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ യു ക്യാൻ റീഡ് ഇറ്റ്. ആൻഡ് നമുക്ക് മേ ബി ഇതിന്റെ ആറിന്റെ ഹെൽപ്പ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഫങ്ഷൻസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ക്രിയേറ്റ് എ ന്യൂ റെക്കഗ്നൈസർ ഇൻസ്റ്റൻസ്. നമുക്ക് വേണമെങ്കിൽ ആ സ്പീച്ച് റെക്കഗ്നൈസറിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പീച്ച് റെക്കഗ്നിഷൻ. അപ്പൊ ഇതെന്താ, നമുക്കിത് സ്പീച്ച് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്ന എല്ലാ സിറ്റുവേഷനിലും ഇത് ഉപയോഗിച്ചാൽ മതി. we can simply get it. We can simply get it because എന്താ, it's a Google implementation. നമുക്ക് ഇതിനകത്ത് വലിയ റൂൾ ഒന്നുമില്ല. We are just using the already existing implementation like ഏതാണ് നമ്മൾ OpenCV പറയാൻ പറ്റില്ല, OCR ചെയ്തതുപോലെ an already existing implementation ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതിവിടെ നമുക്ക് വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ whenever you have something like ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്തു എന്ന് വിചാരിക്കാം. സോ why can't you input that text as a voice? അല്ലെ, അങ്ങനത്തെ യൂസ് കേസസ് ഒക്കെ വരുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ഒരു ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്ത ഡേറ്റനെ നമുക്ക് നമ്മുടെ പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യുകയും ചെയ്യാം. സോ ദിസ് ഇസ് എ റെക്കഗ്നൈസർ ക്ലാസ്. ഇതാണ് റെക്കഗ്നൈസറിന്റെ പല പല ഫങ്ഷൻസ്. ഓക്കെ, so each recognizer instance has 7 methods for recognizing speech from audio source using various APIs. ഞാൻ പറഞ്ഞു ഓരോരോ APIs ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഗൂഗിൾ തന്നെയാണ് സീംസ് ദ ബെസ്റ്റ്. പിന്നെ ബാക്കിയുള്ള പലതും ഉണ്ട്. ബിങ് ഇല്ലേ, മൈക്രോസോഫ്റ്റിന്റെ ബിങ്ങിന്റെ API ഉണ്ട്. ഗൂഗിളിന്റെ ഗൂഗിൾ ക്ലൗഡ് APIക്ക് ബിങ്ങിന്റെ പാക്കേജ് കോൾഡ് ഗൂഗിൾ ക്ലൗഡ്. അതൊരു ഓവർഹെഡ് വരും. സൗണ്ട്പുട്ട് എന്ന് പറയുന്നത് അനദർ പ്രൊവൈഡർ. അവരുടെ ഹൗഡിഫൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. IBMന്റെ ഈസ് ഓൾസോ വെരി മെച്യൂർ. IBM വാട്സൺ എന്ന് പറഞ്ഞൊരു NLP എഞ്ചിൻ ഉണ്ട്. ഇഫ് യു ആർ ഫെമിലിയർ, ILP അല്ല, IBM വാട്സൺ അതിന്റെ API ഉണ്ട്. സോ അതുപോലെ തന്നെ പലതിന്റെ ഉണ്ട്. പോക്കറ്റ് ഫിനിക്സ്, വിറ്റ് AI, അങ്ങനെ 7 ഫങ്ഷൻസ് ആണ് നമുക്കുള്ളത്. അതില് ഔട്ട് ഓഫ് 7 recognize Phoenix works offline with the CMU Phoenix engine. അപ്പം ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മേ ബി നമുക്കത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഐ മീൻ why can't we try this? ഇവിടെ നമ്മൾ recognize പ്രിന്റ് ചെയ്തു. Similarly we can print. What is your name? Okay, I think adile okay, you have to missing module under, so we need to install something. Okay, let's see. Pocket Phoenix എന്ന് പറയുന്ന ഫംഗ്ഷൻ. So what is your name? Google കറക്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. സിമിലർലി നമുക്ക് ബാക്കിയുള്ളതൂടെ കൊടുത്തു നോക്കാം. ചിലതൊക്കെ ചിലപ്പം എന്താണ് API ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. What is your name? Oh shit. Sorry, given right. ഇത് ഓരോന്നിന്റെ നോക്കണം. ആൻഡ് ഗൂഗിൾ ആണ്. സോ അത് എനിക്കറിയില്ല, ഞാൻ സാധാരണ ഗൂഗിൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോ ഗൂഗിൾസ് കൺസെപ്റ്റ് ആസ് ദി ബെസ്റ്റ്.
And what is your name? What is your name? So similarly, as I said, നമുക്ക് ഇതിന്റെ ഏതിന്റെ വേണമെങ്കിലും ആപ്ലിക്കേഷൻ നമുക്ക് ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്യാം. അതാണ് ഇതിന്റെ ഒരു ഗുണം. Okay, so you just wanted to give the audio data to Google, and Google will recognize the data. ഇനി ഇപ്പം നമുക്ക് ഡൗൺലോഡ് നമുക്കൊരു എക്സിസ്റ്റിംഗ് ഫയൽ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതായത് ഇത് കണ്ടോ, let me see, ഈ ഒരു ഫയൽ കിട്ടുമോ നോക്കാം. So from the source of data, something like this. Wave data. എന്തായിരുന്നു അവരുടെ പേര്? Jackhammer. എനിക്കറിയില്ല അതിന്റെ കണ്ടന്റ് എന്താണ്. So we are loading the data, and once the data is loaded, everything else is same. So we are recording the data, and we can use it for. So we got the audio right now. So in the audio type that will be an audio file. You can use this. Smell during periods. അതാണ് എനിക്കറിയില്ല എന്താണ് കണ്ടത്. സിമിലർലി അവർ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നമുക്ക് അതുകൂടെ നോക്കാം. ഹാവാർഡിന്റെ അതുകൂടെ നോക്കാം. ഈ വാഫയിൽ എങ്ങനെയൊക്കെ പ്ലേ ചെയ്യാം? Okay, so let's see the ഹാവാർഡൊക്കെ ഒന്ന് കേട്ട് നോക്കാം. Smell of cold beer lingers. It takes heat to bring out the odor. A cold dip restores health and zest. A salt pickle tastes fine with ham. Tacos al pastor are my favorite. A zestful heat is the hot cross bun. Okay, ഇതാണ് നമ്മുടെ കണ്ടന്റ്. സോ നമുക്കിവിടെ അതൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ഹാർവാർഡ്.
So once the data is created, we just wanted to convert it into audio, record as audio, and create. I should recognize this. This can take some time. Okay, so this is what we are getting. The still smell of all beer drinks, blah blah blah. In jackhammer, we face some issue with noise. Like, line like that. We face issue with noise. So, we have data. This will be parameters. Recognize Google Earth, you can have duration. So we can give the offset duration and record in the instead of recording the entire data, we can set the limit. For example, set offset and duration. Harvard Harvard source. So entire data. So instead of this, offset duration 3. So 4 seconds 3 seconds. So it's in seconds. So any other record print. You won't get the entire data, you will get only the subset of the data. Heat to bring out of the order. Drinks in the past, maybe I don't adjust 4.5 or takes me to bring out of the order. So this is how we are giving set. This is how we are giving offset and duration. In it, there is a problem with noise. The noise is jackhammer data. Smell during periods output. So handle noise. Handle noise reduction. Adjust for ambient noise function. That will be better. Again, a deep learning functionality that will automatically adjust the noise command. Noise components are minimizing. That is what happens. Oh, sorry, jackhammer. It's very right. That the unknown value are
ഓക്കെ. സോ എനിക്ക് തോന്നുന്നത് ആ മറ്റേ ഫയലിൽ എന്തോ റെസ്ട്രിക്ഷൻ ഉണ്ടോ, അതുകൊണ്ടായിരിക്കും നമ്മളിവിടെ ഇവര് സാമ്പിൾ കാണിച്ചതുപോലെ വർക്ക് ചെയ്യുന്നില്ല. ഞാനിവിടെ ഒരു ഷോ, അതായത് ഇതിനകത്ത് ഇത് അഗൈൻ ഇറ്റ്സ് ലൈക്ക് ഇറ്റ് വിൽ ടേക്ക് മൾട്ടിപ്പിൾ ഔട്ട്കംസ്. അതിൽ ഒരു ഔട്ട്കമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, റെക്കഗ്നൈസ് ഗൂഗിളിനകത്ത് ഫൈനലൈസ് ചെയ്യുന്നത്. ദീസ് ആർ ദ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ദാറ്റ് വി ക്യാൻ എക്സ്പെക്ട്. So I will print it കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും. സോ ഇതാണ് നമുക്ക് പല വി ആർ ഗെറ്റിംഗ് ദ ഓൾട്ടർനേറ്റീവ്സ്. അതിൽ നിന്ന് അവസാനത്താണ് നമ്മുടെ ഫൈനൽ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. സോ വിച്ച് ഈസ് ഹാവിംഗ് ദ ഹയസ്റ്റ് കോൺഫിഡൻസ്. സോ ഗൂഗിളിന്റെ തന്നെ മൾട്ടിപ്പിൾ മോഡൽസ് റൺ ചെയ്ത് കിട്ടുന്ന റിസൾട്ട്സ് ആണ് അത് കാണുന്നത്. സോ ദിസ് ഇസ് ഹൗ വി ആർ ഡൂയിങ് എ സ്പീച്ച് റെക്കഗ്നിഷൻ. ആൻഡ് ഇതിൽ നമുക്ക് എന്താണ്, നമുക്കങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ടു ബി വെരി ഫ്രാങ്ക്. കാരണം വി ആർ ജസ്റ്റ് യൂസിങ് ദ സ്പീച്ച് റെക്കഗ്നിഷൻ പാക്കേജ്. സോ സ്പീച്ച് റെക്കഗ്നിഷൻ പാക്കേജ് യൂസ് ചെയ്യുന്നു. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബീറ്റ് an audio file or beat a എന്താണ് ലൈവ് റെക്കോർഡിംഗ്, നമ്മൾ അതിനെ ഒരു ഓഡിയോ ഫയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ഓഡിയോ ഫയൽ ഇൻ ടേംസ് ഓഫ് സ്പീച്ച് റെക്കഗ്നിഷൻ ഒരു ഓഡിയോ ഫയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഓഡിയോ ഫയലിൽ നിന്ന് നമ്മൾ റെക്കഗ്നൈസ് ഫംഗ്ഷൻ വിളിക്കുന്നു ഫോർ നമ്മൾ ബൈ യൂസിങ് ദ ഗൂഗിൾ API, ബൈ യൂസിങ് ദ ഗൂഗിൾ API. സോ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ് ഹിയർ. ആൻഡ് ഗൂഗിൾ APIയുടെ ഔട്ട്പുട്ട് എന്താണോ അതാണ് നമ്മുടെ റിസൾട്ട്. And we are not using any our own models. നമുക്ക് ഇനി മോഡൽസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് മോഡൽസ്. പക്ഷെ എന്താ, ദാറ്റ് വിൽ ബി വെരി ടഫ് ടാസ്ക്. കാരണം ഗൂഗിളിന്റെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി മെച്യൂർ. കാരണം ഗൂഗിളിന്റെ APIs ആണ് ഇവിടെ നമ്മുടെ ഏതാണ് നമ്മുടെ ഫോണിൽ പറയുന്നതിന് വേണ്ട ഗൂഗിൾ അസിസ്റ്റന്റിലൊക്കെ യൂസ് ചെയ്യുന്ന ആക്ച്വലി ദ സെയിം. സോ യു വിൽ ഹാവ് എ വെരി ഗുഡ് അക്യുറസി ആൻഡ് വെരി ഗുഡ് പെർഫോമൻസ്. നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി നോ വെയർ കമ്പയറബിൾ ടു ഗൂഗിൾ, ബിക്കോസ് ഗൂഗിളിന്റെ എഞ്ചിൻ ഇസ് ടു ഗുഡ് it's one of the best NLP engine. So our comparison is very difficult and very, I would say that is not even fair. നമ്മൾ ഇത് യൂട്ടിലൈസ് ചെയ്യും, ഇങ്ങനത്തെ എന്തെങ്കിലും പാക്കേജസ് യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് യു ക്യാൻ ട്രൈ ഔട്ട് വിത്ത് അതർ പാക്കേജസ് ആസ് വെൽ. ഗൂഗിളിന്റെ മാത്രമല്ല, ബിങ് ഉണ്ട്, ലൈക്ക് there are many other functionalities. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കിയാൽ that's fine. സോ പിന്നെ ഉള്ളത് നമ്മളിവിടെ പറഞ്ഞ പോലെ ട്രിം ചെയ്യാനും സ്ട്രിപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ, അതായത് ഓഫ്സെറ്റ്, ഡ്യൂറേഷൻ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. സോ ദിസ് ഇസ് ലൈക്ക് ആൻ എക്സ്ട്രാ ഫ്ലേവർ ദാറ്റ് ക്യാൻ ബി ആഡഡ് ടു ദി പ്രോജക്ട്സ് ടു ഹാവ് സം AIfication, ബെറ്റർ AIfication. അതായത് ഇപ്പം നമ്മളൊരു ഡേറ്റ ഇൻപുട്ട് ടൈപ്പ് ചെയ്ത് വാങ്ങിക്കുന്നതിന് പകരം യു ക്യാൻ ഗെറ്റ് ഇറ്റ് ബൈ വോയിസ് കമാൻഡ്. That is a specialty of this, that is the advantage of this technology. I mean, this feature. Okay. So, hello. Okay. So, ഇതിൽ എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ please let me know, and if it is clear, maybe we can take some time. If it is getting clear, നമ്മുടെ ആ ഒരു ഫൈനൽ കോൺസെപ്റ്റ് ഈസ് അബൌട്ട് ദ ചാറ്റ്സ്. സോ ചാറ്റ് ബോട്ട്സിന്റെ ഒരു നമുക്കൊരു ബേസിക് ഇൻട്രൊഡക്ഷനിലേക്ക് കൂടെ നമുക്ക് പോവാം ഇന്ന്, ബിക്കോസ് ഇറ്റ്സ് വെരി ഈസി ടോപ്പിക്. ഞാനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ ചാറ്റ് ബോട്ടിന്റെ, ആൻഡ് ലേറ്റർ വി ക്യാൻ സീ ക്രിയേറ്റ്. അതിന് കുറെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വി ക്യാൻ യൂസ് ഓർ വി ക്യാൻ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ദോസ് ടൂൾസ്.
So can you go through this code and try to execute this? Give me 2 minutes break. And എന്തെങ്കിലും questions doubts ഉണ്ടെങ്കിൽ please ping me, okay? അല്ലെങ്കിൽ please ask me.
Hello. Yeah. Just no module name Pi Audio. ഏതാ? Could not find Pi Audio check installation. Mic list sr.microphone ഇത് റൺ ചെയ്തപ്പോഴേ could not find Pi Audio check installation എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓക്കെ മേ ബി പൈ ഓഡിയോ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന്റെ ആവശ്യം ഉണ്ടാവായിരിക്കും. യെസ്, അതൊരു ഇൻബിൽറ്റ് ആയിട്ട് അതിന്റെ ഡിപ്പെൻഡൻസി ആയതുകൊണ്ടാവും. പൈ ഓഡിയോ പറ്റും. പിപ്പ് ഇൻസ്റ്റോൾ പൈ ഓഡിയോ മതി. ഓക്കെ ഒരു മിനിറ്റ്. പൈ ഓഡിയോ ഒരു ഡിപ്പെൻഡൻസി ഫയലാണ്. You can extend service. എററാണല്ലോ കാണിക്കണേ. മനസ്സിലാൻ പറ്റുന്നില്ല? ഇൻസ്റ്റലേഷൻ എററാണോ?
failed building wheel for Pi audio. Error, command error output X status 1. ഞാൻ പണ്ട് ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് വലിയ ധാരണയില്ല. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാമായിരുന്നു. ഞാൻ വിൻഡോസിൽ കോമൺ ആക്കണമെന്നില്ല. ഇത് ബട്ടൺ പി ക്യാപിറ്റൽ എൻ്റെ റിക്വയർമെന്റ് സാറ്റിസ്ഫൈഡ് ആണ്. വേറെ ആർക്കെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടോ? മേ ബി ഒരു ലിനക്സ് ആണെങ്കിൽ വേറെ sudo മറ്റേ ടിപ്പ് ചെയ്യണമെന്നില്ല, ആപ്റ്റിന്റെ ഒരു കമാൻഡ് ഉണ്ട്. മേ ബി ട്രൈ ദാറ്റ്. വിൻഡോസിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എന്ത് പണ്ട് ചെയ്തതാണ്. പണ്ടിന് സെൻസ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ ആവശ്യത്തിനായിട്ട് ചെയ്തതാണ്. ഓക്കെ, ഞാനത് നോക്കിയോളാം ക്രിസ്റ്റി. ആ ശരി. ബാക്കി ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടോ പൈയോടികളുടെ? സിമിലർ ഇഷ്യൂ.
ഓക്കെ, ഞാൻ പാരലൽ നിങ്ങൾ പ്രൊജക്ട്സിന്റെ എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ നോക്കിയിരുന്നോ? ഇനി ഐഡിയേഷൻസ് എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ലെങ്കിൽ മേ ബി നമുക്കതൊന്ന് ചെയ്യാം, മേ ബി ടുഡേ ഓർ ടുമോറോ, ഇറ്റ്സ് അപ് ടു യു. എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അന്ന് നമ്മൾ ചെയ്ത പോലെ വി ക്യാൻ ഐഡന്റിഫൈ സം യൂസ് കേസസ് അല്ലെ. സോ ഡീപ് ലേണിംഗ് യൂസ് കേസസ്. സോ എനിക്ക് പ്രധാനമായിട്ടും ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റിയ എന്തൊക്കെയാണെന്നുള്ളതാണ്. CNN യൂസ്. ഐ തിങ്ക് ഈ പയ്യോടിയുടെ ഇഷ്യൂ എല്ലാവർക്കും വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇതുവരെ വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. ബിക്കോസ് അപ്പൊ ആ ഒരു പാക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. So that I have shared that command. Command ഞാൻ chat ചെയ്തിട്ടുണ്ട്. So maybe you can get it. അത് റൺ ചെയ്തിട്ടും അതിൻ്റെ ഒരു ശരിയാവുന്നില്ല കേട്ടോ. ടെർമിനൽ റൺ ചെയ്തു സ്യൂഡോ വെച്ചിട്ട്, എന്നിട്ടും ഇല്ല. ഇതാണ് റണ്ണിങ് ആണ്. While we installing Pyodi on error. Let's see. I mean, എറർ ആണോ വാണിംഗ് ആണോ ഉണ്ട്? വാണിംഗ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കേ ട്ടോ. വാണിംഗ് രണ്ടെണ്ണം വന്നിരിക്കും.
ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? ലിങ്ക്. I am new to this problem. എനിക്ക് കോൺഫിഡൻസ് ഇല്ല. I have to try it. ഈ ഒരു മൂന്ന് കമാൻഡ് ആണ്. And still, since I am using Windows, എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല ആദ്യമായിട്ട്. ഇത് വർക്ക് ചെയ്തോ റോയിൻ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് യൂസ് ചെയ്താലും മതിയോ? ഇതിനൊക്കെ പല ഇൻസ്റ്റലേഷൻ ഉണ്ടാവും. ഞാൻ അയച്ചത് ഡോക്യുമെന്റ് കണ്ടതാണ്. ഓക്കെ, അത് ശരിയായോ? അത് ഹോസ്റ്റൽ ഫേസിങ് എനി ഇഷ്യൂസ്. അപ്പോൾ മേ ബി റോയിൻ ഷെയർ ചെയ്ത് അത് കുറച്ചുകൂടെ ക്വിക്കാണ്. അത് ചെയ്ത് നോക്കാം. അത് ഇൻസ്റ്റാൾ ആയില്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത ആ ഡോക്യുമെന്റ് ഫോളോ ചെയ്താലും മതി. വിൻഡോസിൽ എറർ ഉണ്ടോ? ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല? ഓക്കെ, വിൻഡോസിലാണെങ്കിൽ let me give you some solution.
ഒരു മറ്റേ ഇതാണോ ഒരു എന്താണ് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയുടെ ഒരു എറർ ആണോ വന്നത് വിൻഡോസിൽ? അല്ല, ഈ വന്ന സെയിം എറർ തന്നെയാ വന്നത്. കനോട്ട് ബിൽഡ് വീൽ. അത് ഞാനേ അതിന്റെ ഒരു എറർ കണ്ടില്ല. അതിനൊരു ഒരു ഉണ്ട്.
സ്പീച്ച് റെക്കഗ്നിഷൻ ഇൻസ്റ്റാൾ ചെയ്തോ? ചെയ്തതാണ് സർ, പക്ഷെ എന്നിട്ടും മൊഡ്യൂൾ നോട്ട് ഫൗണ്ട് ആണ് വരുന്നത്. അതൊന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. റിക്വയർമെന്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നുണ്ട്. ഈ ഇമ്പോർട്ട് ചെയ്യുന്ന കറക്റ്റ് ആണല്ലോ അല്ലെ? സ്പീച്ച് അണ്ടർസ്കോർ റെക്കഗ്നിഷൻ ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ആ ശരി, ഒന്നും നോക്കാം. അത് ഇഷ്യൂ വരുന്ന കാര്യമില്ല. സെയിം പ്രോബ്ലം ആണ് സാർ, ഇമ്പോർട്ട് ആവുന്നില്ല മൊഡ്യൂൾ നോട്ട് ഫൗണ്ട്. അത് ഇത് തന്നെയാണോ പറയുന്നത്? മൊഡ്യൂൾ നോട്ട് ഫൗണ്ട് ഏത് മൊഡ്യൂളാണ്? സ്പീച്ച് റെക്കഗ്നിഷൻ നോട്ട് ഫൗണ്ട് തന്നെയാണോ പറയുന്നത്? ആ അതെ. ഈ അനക്കൗണ്ടിൽ തന്നെയല്ലേ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? അതെ അതെ, അക്കൗണ്ടിൽ തന്നെയാണ്. വേറെ ഇഷ്യൂ, വേറെ എറർ ഒന്നും വരുന്നില്ല അല്ലേ? മൊഡ്യൂൾ നോട്ട് ഫൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഒന്ന് ഷെയർ ചെയ്യാമോ സ്ക്രീൻ? മനസ്സിലാവുന്നില്ല എന്താ സംഭവം. ഇത് ഓക്കെ, ഇത് കൊളാബാണോ? ഇവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തത്? അതെ, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തേ? ആക്ച്വലി ഞാൻ അക്കൗണ്ടിലാണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഇത് രണ്ട് എൻവയോൺമെന്റ് അല്ലേ? ആ. ഐ മീൻ കൊളാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എൻവയോൺമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ദാറ്റ് വിൽ നോട്ട് വർക്ക്. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. അവിടെ അതില്ലേ, ആ ഫസ്റ്റ് ലൈൻ ഇല്ലേ, അതൊന്ന് അത് ഒരു കമാൻഡ് ഉണ്ട്, അത് ടെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇട്ടേക്കുന്നത്. അതിനൊരു കോഡ് ആക്കാമോ? പുതിയൊരു കോഡ് എടുത്തിട്ട് അതിലേക്ക് അത് കോപ്പി ചെയ്ത് ആ അപ്പോസ്ട്രോഫി വേണേ, അല്ല അപ്പോസ്ട്രോഫി അല്ല, എക്സ്പ്ലനേറ്ററി മാർക്കും വേണേ. ഓക്കെ സാർ, ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. നോക്കി നീ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത്, അല്ല അതുകൊണ്ട് ഇമ്പോർട്ട് കൂടെ നോക്കിട്ട് പോവാം. യെസ്, ഓക്കെ. ഓക്കെ,
So can you try out this? I mean, അന്ന് നോക്കാമോ എന്താ ഇഷ്യൂസ് എന്നുള്ളതൊക്കെ. ഉബുണ്ടു ഇഷ്യൂസ് ആണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്താണ് എറർ എന്നുള്ളത്. മറ്റേ നമ്മളിപ്പോ ഷെയർ ചെയ്ത കമാൻഡ്സ് പ്രോബബ്ലി വർക്ക് ചെയ്യും, അതൊന്ന് ട്രൈ ചെയ്യാം. ആൻഡ് എൻ്റെ ഒരു സജഷൻ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മുടെ ആ ഒരു പ്രൊജക്ടിന്റെ എന്തെങ്കിലും ഒരു ബേസിക് ഐഡിയേഷൻ ഒന്ന് ഫോം ചെയ്താലോ നമുക്ക്. ഇറ്റ് ക്യാൻ ബി നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പൊ പറഞ്ഞ ആപ്ലിക്കേഷൻസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് OCR, സ്പീച്ച് റെക്കഗ്നിഷൻ, കമ്പ്യൂട്ടർ വിഷൻ, ഇങ്ങനത്തെ സാധനങ്ങൾ. കമ്പ്യൂട്ടർ വിഷൻ മോസ്റ്റ്ലി വേണ്ടി വരും, ബിക്കോസ് നമ്മൾ ഇമേജ് റിലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ. അതിനുശേഷം യു ക്യാൻ ഐഡന്റിഫൈ എ പ്രൊജക്ട്. ലൈക്ക് നമുക്ക് ഫീഡ് ഫോർവേഡ് വേണോ, CNN വേണോ, RNN വേണോ എന്നുള്ളത് യൂസ് കേസ് അനുസരിച്ച് ഡിസൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ഒരു RNN മോഡൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഡാറ്റ സെറ്റ് ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് ക്യാൻ ബി എ ചലഞ്ചിങ് ടാസ്ക്. ഇതിൽ ഒരു നല്ലൊരു ഡാറ്റ സെറ്റ് ഐഡന്റിഫൈ എന്നുള്ളതായിരിക്കാം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്. സോ അതൊന്ന് ലുക്ക് ഇൻടു ഇറ്റ്. ഇപ്പം ഓരോരുത്തർക്കും എന്തെങ്കിലും ഡൊമൈൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മേ ബി യു ക്യാൻ പിക്ക് ടോപ്പിക്. ആൻഡ് ഇതും നമ്മൾ അന്ന് മെഷീൻ ലേണിംഗിന്റെ പ്രൊജക്ട് ചെയ്തതുപോലെ യു ക്യാൻ ഫോം എ ഗ്രൂപ്പ് ഓഫ് 1 or 2. I would say 1 or 2. ആൻഡ് നമുക്ക് ആ മെഷീൻ ലേണിംഗിന്റെ ചെയ്യുന്ന തന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസിൽ വി ക്യാൻ ഡു ദ പ്രോജക്ട്സ്. ആൻഡ് മേ ബി ടുവേർഡ്സ് നെക്സ്റ്റ് വീക്കെൻഡ്, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 14th ഒക്കെ ആകുമ്പോഴേക്കും let's have a review session. That sounds good. Okay. So ഈ errors ഒന്ന് rectify ചെയ്യാമോ? Like, can you try it? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Otherwise, speech recognition ഇത്രേ ഉള്ളൂ. It's like a quite straightforward topic. നമുക്ക് ഒരുപാട് നമുക്ക് ആക്സസ് ഉള്ള ഒരു ഏരിയ അല്ല, ബിക്കോസ് വി ആർ യൂസിങ് ദർ പാക്കേജ് അല്ലെ. ഇനി ചാറ്റ് ബോട്ടിലേക്ക് വരുമ്പോൾ കുറെയൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ആ AI എനേബിൾഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറെയൊക്കെ യൂസ് ചെയ്യണം. ഞാനൊരു സിമ്പിൾ ചാറ്റ് ബോട്ടിന്റെ ഒരു നോട്ട്ബുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. മേ ബി നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ അതൊന്ന് നോക്കി വെച്ചോളൂ. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇതൊരു കൺവെൻഷണൽ വേ ആണ് ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ റൈറ്റ് നോ വി ഡോണ്ട് യൂസ് ദിസ് കൈൻഡ് ഓഫ് ടെക്നിക്സ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. ലേറ്റർ ആക്ച്വലി വി ഹാവ് ലോട്ട് ഓഫ് ഫ്രെയിം വർക്ക്സ്. ഇപ്പം ഏറ്റവും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു 2 ഫ്രെയിം വർക്ക്സ് എന്ന് പറയുന്നത്, ഒന്ന് IBM ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, IBM വാട്സൺ, പിന്നെ
മൈക്രോസോഫ്റ്റിന്റെ മൈക്രോസോഫ്റ്റ് ബോർഡ് ഫ്രെയിംവർക്ക്. സോ നമുക്ക് വി വിൽ ചെക്ക് ഇൻ ടു എനി ഓഫ് ദീസ് ഫ്രെയിംവർക്ക്. അത് വെച്ചിട്ട് നമുക്കൊരു സാമ്പിൾ ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ. So if you don't have any doubts on the speech recognition concept, ഇത് ചെയ്ത് തീരാനുണ്ടെന്നുണ്ടെങ്കിൽ please try to complete it and maybe we'll discuss it by tomorrow morning. കാരണം ഒരുപാട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാടൊന്നും ചെയ്യാനില്ല അതിനകത്ത്. We can just convert the audio into text. That's what we are doing with speech recognition. So at the moment വേറെ doubts or clarifications ഇല്ല എന്നുണ്ടെങ്കിൽ maybe let me conclude. And നാളത്തേക്ക് നമുക്ക് ചാറ്റ് ബോട്ടിന്റെ സെഷൻ നോക്കാം. ആൻഡ് പ്ലീസ് ട്രൈ ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ദി പ്രോജക്റ്റ് ആസ്പെക്ട്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പ്രോജക്റ്റ് ആസ്പെക്ട്സ് ഒന്ന് തിങ്ക് ചെയ്ത് തുടങ്ങാം. നമുക്ക് നാളെയോ മറ്റന്നാളത്തേക്ക് അതൊന്ന് ബ്രെയിൻ സ്ട്രോം ചെയ്തെടുക്കാം. ഓക്കെ, സോ you're saying something, ആരെങ്കിലും? കേട്ടൂടാ? ഹലോ, കേട്ടില്ലല്ലോ. ഡേറ്റ കുറച്ച് പാടാണ് കിട്ടാൻ. അതാണ് ഡേറ്റ കിട്ടാൻ ഇത്തിരി പാടായിരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്ക് കാഗിലൊക്കെ ഉള്ള ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ഡാറ്റാ സെറ്റ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. കാരണം നമ്മളിപ്പോ ഏതെങ്കിലും ഒരു യൂസ് കേസ് എടുത്ത് കഴിഞ്ഞാൽ ഡേറ്റ കിട്ടുക എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. നോക്കിയായിരുന്നു ഡേറ്റ കുറച്ച് പാടാണ്. ഏതാ ഡൊമൈൻ നോക്കിയത്? എന്തെങ്കിലും സ്പെസിഫിക്? ഇമേജ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ ഓക്കെ. കാഗിലൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കാം നമുക്ക്. കുറച്ച് ഡേറ്റ ഉണ്ട്. അപ്പം കാഗിൽ കൺസിഡർ കാഗിൽ ആസ് എ ലാസ്റ്റ് ഓപ്ഷൻ. കാരണം കാഗിൽ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല നീറ്റ് ആൻഡ് ടൈഡി ഡേറ്റ ആയിരിക്കും. അപ്പൊ നമുക്ക് അതുകൊണ്ട് ആ ഒരു റിയൽ എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. ഇല്ല, ഇനിയിപ്പം വേറെ നിവൃത്തിയില്ലെങ്കിൽ വി വിൽ യൂസ് ഇറ്റ്. ഓക്കെ, സോ അത് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. യെസ്, that's it. And അങ്ങനെയാണെങ്കിൽ let me conclude for the day. So നാളത്തേക്ക് പറ്റുകയാണെങ്കിൽ you try your best, okay, to get the data sets. ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് നോക്കാം. എന്റെ സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് ഇൻപുട്സ് ആഡ് ചെയ്യാം. മേ ബി അങ്ങനെ നാളെ നമുക്ക് ഡിസ്കഷൻ ശേഷം if it is nothing working around നമുക്ക് ഡാറ്റാ സെറ്റ്സ് വേറെ എന്തെങ്കിലും സൊല്യൂഷൻസ് നോക്കാം. എന്തായാലും by this weekend we can have a plan for the project. That is for sure. Okay. Okay then. So അങ്ങനെയാണ് നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. So see you tomorrow morning with the chatbot introduction to the chat.